മുസ്ലിം ലീഗ് മതനിരപേക്ഷമായതുകൊണ്ടല്ല കേരളത്തിലെ മുസ്ലിങ്ങൾ മതനിരപേക്ഷരായിരിക്കുന്നത്. കേരളത്തിലെ മുസ്ലിങ്ങൾ മതനിരപേക്ഷരായതുകൊണ്ട് അവരുടെ പാർട്ടി മതനിരപേക്ഷ പാർട്ടിയാകുന്നു എന്നുള്ളതാണ്. മുസ്ലിങ്ങൾ വളരെ ചെറിയ ഒരു ശതമാനം ഒഴികെ ബാക്കിയുള്ള ഇന്ത്യൻ മുസ്ലിങ്ങൾ, കേരളത്തിലെ മുസ്ലിങ്ങൾ മതനിരപേക്ഷത ഉറച്ചു നിൽക്കുകയും മറ്റ് സമുദായങ്ങളിലെ മതനിരപേക്ഷ മനുഷ്യരുമായി ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് കേരളം ഇപ്പോഴും ഒരു മതനിരപേക്ഷ നാടായി നിൽക്കുന്നത്, ഇന്ത്യ ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് മതനിരപേക്ഷതയ്ക്കെതിരായിട്ടുള്ള ശബ്ദങ്ങളെ ഇസ്ലാമിനെ ഉപയോഗിച്ചുകൊണ്ട് വർഗീയത വളർത്താനുള്ള മറ്റുള്ളവരുടെ ശ്രമങ്ങളെ നമ്മളൊക്കെ കരുതിയിരിക്കേണ്ടതുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ നടക്കും. നമുക്കത് അംഗീകരിക്കാൻ പാടില്ല, അത് നടക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടും അത് നടക്കാൻ ഒരു കാരണവശാലും ഈ നമ്മുടെ നാട്ടിൽ നടക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു ഭരണഘടന നമ്മൾ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. ഈ ഭരണഘടനയുടെ സംരക്ഷണം എന്നുള്ളത് നമ്മൾ നടത്തേണ്ടത് നമ്മുടെ നാട്ടിലെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളോടൊപ്പം നിന്നാണ്. അതല്ലാതെ ഏതെങ്കിലും മതവാദി സംഘടനയോടൊപ്പം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പോരാട്ടങ്ങൾ പോലും RSS BJPക്കും അവരുടെ പിണിയാളുകൾക്കും ആയുധമാവുകയേ ഉള്ളൂ. എനിക്കത് നിങ്ങളോട് പറയേണ്ടതില്ല. എനിക്ക് ഈ സമുദായത്തെ വിശ്വാസമാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള പൊതുസമൂഹത്തിൽ നടക്കുന്ന തെറ്റായ ധാരണകൾ തിരുത്തി കുറിക്കാനുള്ള ഒരു പ്രചരണ പരിപാടി നിങ്ങൾ നടത്തേണ്ടതുണ്ട്. ഈ വലിയ സമുദായത്തെ ഉപദേശിക്കുക ഞാൻ ആളല്ല, പക്ഷേ എൻ്റെ ഒരു ആവശ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഇത് നിങ്ങൾ ഉറച്ച് സംസാരിച്ചില്ല എങ്കിൽ നിങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, നിങ്ങൾ സ്വന്തം ജീവിതവും വിശ്വാസവുമായി നടക്കാൻ നിങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങളെ വർഗീയവാദികളാക്കിക്കൊണ്ട് മറ്റ് സമുദായങ്ങളെ വർഗീയവൽക്കരിക്കുകയും നമ്മുടെ നാട്ടിലെ അസമാധാനത്തിലേക്ക് തള്ളിക്കളയും അതിലൂടെ അധികാരം പിടിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. അവരെ കരുതിയിരിക്കുക.